ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഉള്ള 87 ദിവസം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ മെയ് 22-നാണ്. സോ മൊത്തം പറഞ്ഞാൽ 87 ദിവസമാണുള്ളത്. അപ്പോൾ ഈ 87 ഡേയ്സ് നമ്മൾ എങ്ങനെ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ LDCയിലെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഫേസ് ഓഫ് എക്സാമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, സിലബസിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യനെങ്കിലും അവർ ഉറപ്പ് വരുത്തിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ മുന്നേ നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും യു ഹാവ് ടു അനലൈസ്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സിലബസുമാണ് നിങ്ങളുടെ ഞാൻ എപ്പോഴും പറഞ്ഞ സംഭവം, നിങ്ങളുടെ ഗൈഡ്. ഓക്കെ, യുവർ ഗൈഡ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പഠിച്ചിട്ടുള്ള റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കൈവച്ചേക്കാം. ഓക്കെ, സോ അതെന്ന് വെച്ചേക്കാം. NCERT SCERT ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഫുൾ പോകുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള എൻ്റെ എല്ലാ ക്ലാസ്സസും ഉണ്ടായിരിക്കും. സോ നമ്മൾ പണ്ട് KSന് സ്റ്റാർട്ട് ചെയ്ത പോലെ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് സ്ട്രാറ്റജി, വീക്ക്ലി സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ വീക്ക്ലി ആയിരിക്കില്ല, 3 ദിവസം 2 ദിവസം അങ്ങനെയാണ്. കാരണം സിലബസിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ഡീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ നമ്മൾ KS പ്രിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. മാത്സിലും ഇംഗ്ലീഷും ഫുള്ള് സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് സേഫ് ആക്കാൻ സാധിക്കും എന്ന്. അതുപോലെ തന്നെയാണ് മലയാളവും. ഓക്കെ, സോ മാത്സ് ഇംഗ്ലീഷ് മലയാളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റുഡൻ്റായ അസ്ലം ഹബീബ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. KS പ്രിലിംസ് കിട്ടിയ പുള്ളിക്കാരൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം മാത്സ് നമ്മൾ ആരും നോക്കാതെ പോയി, പക്ഷേ മാത്സ് വളരെ ഈസി ആയിട്ടായിരുന്നു KSന് വന്നത്. നമ്മൾ ബാക്കിയുള്ള സിലബസിൽ കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാത്സ് നമ്മളങ്ങ് വിട്ടുപോയി. അത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും മാക്സിമം ഡെയിലി ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അവാർഡ്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ തരും. അപ്പോൾ അത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ അവാർഡ്സും കൂടെ നമ്മൾ ഡെയിലി പഠിച്ച് ഡെയിലി റിവൈസ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെ ബാക്കിയുള്ള ക്ലാസ്സസും കണ്ടിന്യൂസ് ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് യു ഹാവ് ടു സബ്സ്ക്രൈബ് ദ ബട്ടൺ, അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് ദി വീഡിയോസ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, സോ അപ്പോൾ ഇഗ്നോസി ഫാമിലിയുടെ യെറ്റ് അനദർ വെൻച്വർ ഇൻ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. സോ കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ്. 46 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള 40 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിവിഷനാണ് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഹിസ്റ്ററി. സോ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയാണ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. സോ കേരള ഹിസ്റ്ററി നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ്. സോ 3 ദിവസം കൊണ്ട് നമ്മുടെ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. Okay, we are trying our maximum to complete the syllabus in 3 days in the കേരളയിലുള്ളത് നമ്മൾ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇതൊക്കെ നമ്മൾ പല എക്സാംസിന് പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ കേരള പെർസ്പെക്റ്റീവ് കുറച്ച് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ സ്പെസിഫിക് ആയിട്ട് മാർത്താണ്ഡവർമ്മ ടു ശ്രീചിത്ര തിരുനാൾ എന്ന് പറയുന്നുണ്ട്, ട്രാവൻകൂർ ഹിസ്റ്ററി. അപ്പോൾ അത് കൃത്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന പോർഷൻസ്, സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, കണ്ടോ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അപ്പോൾ നമ്മുടെ KSന് ഉണ്ടായിരുന്ന ഏകദേശമൊക്കെ അതേപോലത്തെ സിലബസ് തന്നെയാണ്. അപ്പോൾ KSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചാൽ യു ക്യാൻ പിക്ക് ഔട്ട് ദി തിങ്സ് വിച്ച് ഇസ് ആസ്ഡ് ഇൻ കേരള ഹിസ്റ്ററി. ബിക്കോസ് K കരുണാകരനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1956 ശേഷമുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് എക്സാമിനേഷൻ ഓൾസോ. സോ അതുകൊണ്ട് തന്നെ കേരള ലെവലിൽ നമ്മൾ 3 ദിവസം വെച്ചിട്ട് ആ ഒരു സിലബസ് അങ്ങ് തീർക്കുകയാണ്. അതായത് നമ്മളൊരു ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞ് ഒരു ടെസ്റ്റ് പേപ്പറിന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്ക് ചാടുകയാണ്. 2 days കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ തീർക്കും. ഓക്കെ, എന്തുകൊണ്ട് 2 days എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള മിക്കവരും UPSC പ്രിപ്പയർ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും അറിയാവുന്ന കുറേ പോർഷൻസ് ആണ്. ഇത് എക്സ്ട്രാ വരുന്ന കുറച്ച് പോർഷൻസ് എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 days കൊണ്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി തീർക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് വേൾഡ് ഹിസ്റ്ററി ആണ്. വേൾഡ് ഹിസ്റ്ററി 3 days, മാക്സിമം 2 days ആണ് ആക്ച്വലി. കാരണം നമ്മളിപ്പോൾ UPSCക്ക് പഠിക്കുന്നെങ്കിൽ പോലും 2 ദിവസം കൊണ്ട് വേൾഡ് ഹിസ്റ്ററി തീർക്കും. കാരണം അതിൽ വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. ഈവൻ ഇതൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഉള്ളതാണ്. അതായത്
ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അത് കഴിഞ്ഞ് അമേരിക്ക വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. കണ്ടിന്യൂറ്റി ആണ്, ഒരു കഥ പോലെ, ഒരു എന്താ പറയുക, ഒരു വലിയൊരു സിനിമ പോലെ നിങ്ങൾക്ക് കണ്ടു പോവാം. അതായത് നിങ്ങൾക്ക് പഠിച്ചു പോവാം. അതും പറ്റില്ലെങ്കിൽ നമ്മുടെ സഞ്ചാരം ഇതിലുള്ള ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഓൾസോ. കാരണം അതൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കുകൾ അതാത് ദിവസങ്ങളിൽ തന്നെ തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കേരള ഹിസ്റ്ററി ആയിരിക്കും, 3 ദിവസം പക്ക കേരള ഹിസ്റ്ററി ആയിരിക്കും. ലൈക്ക് ഹിസ്റ്ററി ഓഫ് ട്രാങ്കൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ തിരുനാൾ സോഷ്യൽ മൂവ്മെൻറ്റ്. ഓക്കെ, സോറി, കേരള ഹിസ്റ്ററി ഞാൻ 6-ാം തീയതിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോറി, മാർച്ച് 6-ന് എനിക്കൊരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമേ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എൻ്റെ ബുക്കെല്ലാം എൻ്റെ വീട്ടിലിരിക്കുകയാണ്. സോ കേരള ഹിസ്റ്ററി പഠിപ്പിക്കണമെങ്കിൽ പോലും ആ ബുക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വി എസ് ഗുരുക്കളുടെയും മറ്റേ നമ്മുടെ വേറൊരു പുള്ളി ഉണ്ടല്ലോ, 2 പേരെ ബുക്കും എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. സോ അതെനിക്ക് എടുത്താലേ വരും. അപ്പോൾ മാർച്ച് 6-ന് ശേഷമായിരിക്കും നമ്മൾ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേസ് അതിന് മുന്നേ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ത്യ ഹിസ്റ്ററി നമ്മൾ 2 ദിവസം തീർക്കുന്നു. അത് കഴിഞ്ഞ് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകണം. അപ്പോൾ ഇനി വരുന്ന 5 ദിവസത്തേക്ക് നിങ്ങൾ പ്ലാനിൽ എഴുതി വെക്കുന്നത് ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുമോ? യെസ്, പഠിച്ച് തീർക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അങ്ങനെ പഠിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് വെറി അബൌട്ട് എനിത്തിങ്. ഈ ഒരു ഫസ്റ്റ് ടൈം പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം റിവിഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഏകദേശം ഒരു ഐഡിയ ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ വീഡിയോ ക്ലാസ് ജസ്റ്റ് കണ്ടുപോവുക. വേറെ കോഴ്സ് എടുത്തിട്ട് അതും നോക്കുക. പക്ഷേ ഇത് കണ്ടുപോകുന്നതായിരിക്കും കുറേ കൂടി ഹെൽപ്ഫുൾ ആവുന്നത്. എനിവേസ്, മിഡീവൽ ഇന്ത്യ തൊട്ട് നമുക്ക് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ ഇല്ല, അതായത് ഹരപ്പൻ സിവിലൈസേഷൻ ഒന്നും ഇല്ല. മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാജഹാൻ ആ ഒരു ടൈം പീരീഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മിഡീവൽ ഇന്ത്യ നമ്മൾ പഠിക്കുന്നതാണ്. സോ അത് വലിയ ഇഷ്യൂ വരത്തില്ല. സോ ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സിലബസ് വളരെ സ്ട്രാറ്റിഫൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പിക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് പഠിപ്പിച്ചിട്ട് ഇഷ്ടം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ കാര്യങ്ങൾ പഠിക്കാം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ച് പോവാം. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് തീർക്കും. അത് കഴിഞ്ഞ് വേൾഡ് ഹിസ്റ്ററി 3 ദിവസം. കറണ്ട് അഫയേഴ്സ് നമ്മളത് ഡെയിലി അങ്ങ് തീർക്കും കേട്ടോ. അതായത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 2019 തൊട്ട് 2020 നമ്മുടെ 2021 നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു സമയം. ഓക്കെ, അത് തൊട്ടാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ജൂൺ 2020 തൊട്ടുള്ളതായിരിക്കും. അതാണ് നമ്മുടെ UPSCക്ക് ആവശ്യം. സോ അതുകൊണ്ട് ആ ഒരു മെയിൻ ഏരിയ വെച്ചിട്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ 2019 കറണ്ട് അഫയേഴ്സ് ബുക്കിലേറ്റും കൂടെ വായിക്കുക. ഓക്കെ, സോ വലിയ കറണ്ട് അഫയേഴ്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, നമുക്ക് ആർക്കും അല്ലാത്ത കറണ്ട് അഫയേഴ്സ് വന്നാലും യു ക്യാൻ മാനേജ് ഇറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് ബാക്കിയുള്ള ദിസ് ഇസ് എ പ്രിലിമിനറി എക്സാമിനേഷൻ. നിങ്ങളിവിടെ റാങ്ക് വാങ്ങാനല്ല നോക്കുന്നത്, കട്ട് ഓഫ് കടക്കാൻ വേണ്ടി നോക്കുക. ഒരു ആവറേജ് 80 ഒക്കെ ആവറേജ് 80 അല്ല, ഒരു 70 ഒക്കെ കട്ട് ഓഫ് വരാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ കാരണം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ മുന്നേ കട്ട് ഓഫ് പറയാമെന്ന് വിചാരിക്കല്ലേ, ബിക്കോസ് ആ ഒരു റേഞ്ചൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് വാങ്ങാൻ വേണ്ടി പോയി പരീക്ഷ എഴുതരുത്, കട്ട് ഓഫ് കടക്കാൻ വേണ്ടി പരീക്ഷ എഴുതുക, അറിയാവുന്ന മാത്രം എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് ജിയോഗ്രഫി നമ്മൾ 2 ദിവസം കൊണ്ട് തീർക്കും. ജിയോഗ്രഫി ഈസ് ദ മോസ്റ്റ് സിമ്പിൾ സബ്ജക്റ്റ് ടു സ്റ്റഡി. ഓക്കെ, അപ്പോൾ ജിയോഗ്രഫി ഫസ്റ്റ് പാർട്ട് നമ്മൾ 2 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കും. പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി 2 ദിവസം കൊണ്ട് തീർക്കും. കേരള ജിയോഗ്രഫി 3 ദിവസമല്ല, ചിലപ്പോൾ 4 ദിവസം വരെ എടുക്കേണ്ടി വരും. കാരണം അതിൽ കുറേയൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ, മിനറൽസ് ഇൻഡസ്ട്രീസ്, എനർജി റിസോഴ്സസ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയലൊക്കെ കാണും. സോ നിങ്ങൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വാങ്ങിച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇറക്കും ആൾക്കാർ, അപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചാലും മതി. ഓക്കെ, സോ അത് അടുത്ത എക്കണോമിക്സ് 3 ദിവസം കൊണ്ട് തീർക്കും. എക്കണോമിക്സും വളരെ സിമ്പിളാണ്, നമ്മൾ വിചാരിക്കുന്ന ടഫൊന്നുമില്ല. പിന്നെ അതിൽ കറണ്ട് അഫയേഴ്സ്, ബജറ്റും എക്കണോമിക് സർവേ ഉണ്ട്. അപ്പോൾ അത് ഞാൻ UPSCക്ക് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കൂടെ ക്ലാസ് ഇട്ടേക്കാം. സോ യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അടുത്ത സിവിക്സ്, വെരി സിമ്പിൾ, വെരി മോസ്റ്റ് സിമ്പിൾ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്ട്രാറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, കാരണം കഴിഞ്ഞ തവണ നമുക്ക് ASന് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻസാണ് അവർ ഇട്ടിരുന്നത് എക്സാമിന്. സോ നമ്മൾ ആ രീതിയിലും പോകും. ഓക്കെ, അതുപോലെ ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ചിൽഡ്രൻ, ഇതെല്ലാം വരും. സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ അതിൽ സിവിക്സിൽ വരും. ഓക്കെ, ആ 2 ദിവസം കൊണ്ട് തീർക്കും. അതിൻ്റെ കറണ്ട് അഫയേഴ്സും വരും, അതിലാണ് സ്കീംസ് ഒക്കെ വരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ സിമ്പിളായിട്ട് ടോപ്പിക്സ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, PSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്രയേ ഉള്ളൂ. സോ ഇത് ജസ്റ്റ് നോക്കി പഠിച്ചിട്ട് പോകാം. വെറും 4 ദിവസം ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നതാണ്. 4 ദിവസവും റിവിഷനും എടുത്ത് പരീക്ഷ എഴുതി ഒക്കെ നിങ്ങൾക്ക് പോവാം. ഈ കറണ്ട് അഫയേഴ്സും അതിൽ വരും. കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഗവർണറിൻ്റെ ഇഷ്യൂ,
നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മുടെ ഫാം ബില്ലൊക്കെ ഇതിൽ വരും, സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ഇഷ്യൂസ് വരും. ഓക്കെ, അത് അടുത്ത നമ്മൾ വരാൻ വന്നാൽ ഡെയിലി ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ഡെയിലി പഠിക്കുന്ന ഒരു ടോപ്പിക് ഇതാണ്, കലാ കായികം സാഹിത്യം. അപ്പോൾ കലാ കായികം സാഹിത്യം നമ്മൾ ഡെയിലി പഠിച്ച് പോയില്ലെങ്കിൽ ഒരു ദിവസം ഇരുന്ന് 10-15 ആൾക്കാരെ ബുക്കും പുസ്തകവും പഠിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഡെയിലി പഠിച്ച് ഒരു 3 ദിവസം പഠിക്കുന്നത് 4ാമത്തെ ദിവസം റിവിഷൻ ചെയ്ത് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും ആ ക്ലാസ്സസ് പോകുന്നത്. പിന്നെ 3 ദിവസം കൊണ്ട് കായികം, കാരണം ഇത് നമ്മൾ കായികം 3 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പോർട്സ് മേഖലകളിലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ദ്രോണാചാര്യ അവാർഡ് ഏത് ഫീൽഡിനാണ് കൊടുക്കുന്നത്, കുറേ അവാർഡുണ്ട്. അസ്ലാൻ ഷാ കപ്പ് ഏത് ഇതായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് SSCക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ കായികവും നമ്മൾ ഡെയിലി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം എടുത്ത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, വേദികൾ, വിജയികൾ, അതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അതേപോലെ തന്നെ സാഹിത്യം നമ്മൾ ഡെയിലി നോക്കും. അതുപോലെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഒന്നും കൂടെ നമ്മൾ അരച്ച് കുടിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, സംസ്കാരം, പ്രധാന ആഘോഷങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനകൾ, ഇതൊക്കെ നമ്മൾ ഡെയിലി പഠിക്കും. അതുപോലെ പഠിക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസ് 2 ദിവസമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് റൗണ്ട് റിവിഷനാണ് കേട്ടോ, ഇത് ഞാൻ പറയാം ലാസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് 2 ദിവസം നമ്മൾ സൈബർ ലോയ്ക്ക് കൊടുക്കും. കാരണം സൈബർ ലോയിൽ ഒരു കുറച്ച് നമുക്ക് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഫിഷിംഗ് ഒക്കെ വന്ന് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ അതിലാണ് ട്വിസ്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് അതും പഠിക്കേണ്ടിയിരിക്കുന്നു. സോ 2 ദിവസം. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ചധികം പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസമാണ് ഫോർ ഫസ്റ്റ് തിങ്, അതായത് നേച്ചർ സ്കോപ്പ്, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇതൊക്കെ അതിന് വരും. അതുപോലെ തന്നെ ടെക്നോളജി ഇൻ സ്പേസ് ഡിഫൻസ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO, DRDO, ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ടോപ്പിക്കാണ്. അത് 2 ദിവസം വേണം. കാരണം ISROയും DRDOയും രണ്ട് ദിവസമായിട്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ ടെസ്റ്റ് ഇടുമ്പോൾ അതിനോട് കമ്പയർ ചെയ്തൊക്കെ ആയിരിക്കും ഇടുന്നത്. മിസൈൽ ആരാണ്, റോക്കറ്റ് ആരാണെന്നൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പോവും. കഴിഞ്ഞാണ് നമ്മുടെ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ സയൻസ് ക്ലാസ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എൻ്റെ സ്റ്റുഡൻസിന് അറിയാം, അത് കണ്ടിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി. ഓക്കെ, അത് ഒരു ദിവസം മതി കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ റിന്യൂവബിളായ അതിൻ്റെ കറണ്ട് അഫയേഴ്സും കൂടെ ജസ്റ്റ് നമ്മൾ നോക്കിയായിരിക്കും പോകുന്നത് കേട്ടോ. പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് 3 മാർക്കിനാണ് ഞാൻ 3 ദിവസത്തിനാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ 41 ദിവസം കൊണ്ട് നമ്മളിത് ഫുൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതാണ് മാത്സിൽ ഓരോ ടോപ്പിക് വീതം നിങ്ങൾ കവർ ചെയ്ത് പോവുക. ഞാൻ കുറേയൊക്കെ ഇത് ഇടാം, അതായത് ഞാൻ വേറൊരു കോഴ്സ് ഇങ്ങനെ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറേ സിമ്പിൾ ട്രിക്സൊക്കെ ഞാൻ ഇതിലിടാം, നമ്മുടെ ക്ലാസ്സസിലിടാം. അതുപോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങളത് സെറ്റ് ചെയ്ത് പഠിച്ചങ്ങ് പോയാലും മതി. ഓക്കെ, ഇത് ഡെയിലി നമ്മൾ ചെയ്യുന്നതാണ്. മെൻ്റൽ അരിത്മെറ്റിക്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് നിങ്ങൾ ഡെയിലി ഞാൻ ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിലിടാം, വായിക്കാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റോറിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് വായിക്കുക, അത് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാവുന്ന വേർഡ്സൊക്കെ പിക്കപ്പ് ചെയ്യുക, പഠിച്ച് പോവുക. പ്ലസ് ഇതും കൂടെ ചെയ്യുക. ഗ്രാമർ നിങ്ങൾ പഴയ ഒരു ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാക്കി വെച്ചിട്ട് അത് ചെയ്ത് പോവുക. അതിനൂടെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, വൊക്കാബുലറി ഉണ്ട്, അതുപോലെ ഗ്രാമർ നോക്കുക. അതേപോലെ മലയാളം ഡെയിലി നോക്കണം. ഓക്കെ, പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഇതൊക്കെ നമ്മൾ ഡെയിലി നോക്കിയില്ലെങ്കിൽ നമുക്ക് മറന്നു. ഓക്കെ, സോ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു 41 ദിവസം കൊണ്ട് നമുക്കിത് ഫുൾ ഫിനിഷ് ആവും ഇങ്ങനെ പഠിച്ച് പോവുകയാണെങ്കിൽ. ഓക്കെ, ഇതാണ് ലീസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് 41 ദിവസം. ഇത് നിങ്ങൾക്ക് ഒരു 50 ദിവസം വരെയും വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഓരോരുത്തരുടെ ടാക്ടിക്സ് അനുസരിച്ചിരിക്കും. ഓക്കെ, 50 ദിവസം. പിന്നെ നിങ്ങൾക്ക് ഒരു 30 ദിവസത്തോളം റിവിഷന് കിട്ടും, ഒരു മാസം ഫുൾ റിവിഷന് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം വെച്ച് നിങ്ങൾ പഠിച്ച് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ഫുൾ കവർ ചെയ്ത് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഫോക്കസ് നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന ഏരിയാസ് ഉണ്ടാവും, ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒരുപാട് ടെസ്റ്റ് സീരീസസ്, ഒരുപാട് ആപ്പുകൾ തരുന്നുണ്ട്, നിങ്ങൾ ആ ടെസ്റ്റ് സീരീസൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. മാക്സിമം പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. LDCയിലെ മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വന്നത്. അതുകൊണ്ടാണ് മിക്ക റാങ്ക് ഫയൽസും അവകാശപ്പെടുന്നത് ദാറ്റ് ദേ ഹാവ് ദിസ് മച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അല്ലാതെ അവർക്ക് ഇങ്ങനെ മാജിക് ഒന്നുമില്ല. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് സിലബസ് ഇസ് ദി കീ ടു ദി സക്സസ്. സോ 87 ദിവസമാണ് ഇനിയുള്ളത്. നിങ്ങൾ ഇന്ന് തൊട്ട് പഠിക്കുക, നല്ലോണം പഠിക്കുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. കാരണം കേരള ഹിസ്റ്ററിക്ക് ആ ബുക്ക് ഇല്ലാതെ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയും വേൾഡും ഒക്കെ തീർത്ത്
ജിയോഗ്രഫിയൊക്കെ തീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ല ഇന്ന് തന്നെ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളവർക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് കേരള ഹിസ്റ്ററി വീഡിയോസ്. പക്ഷേ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് വീഡിയോസ് പിന്നീട് ഞാൻ ഇടും ആ സമയമാകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മെഡീവൽ ഇന്ത്യ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. പഠിക്കുക, നല്ലോണം പഠിക്കുക. എല്ലാ ദിവസവും മാത്സും ഇംഗ്ലീഷും മലയാളവും ചെയ്യുക. ഓക്കെ, സോ മാക്സിമം ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, ഒരുപാട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മെഡീവൽ ഇന്ത്യ. സോ മെഡീവൽ ഇന്ത്യക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് NCERT, പിന്നെ ഞങ്ങൾ UPSCക്കാർ സ്ഥിരം പഠിക്കുന്ന ഒരു NCERT ഉണ്ട്, സതീഷ് ചന്ദ്ര. അപ്പോൾ ആ സതീഷ് ചന്ദ്രയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും മെഡീവൽ ഇന്ത്യ ഏകദേശമൊക്കെ അങ്ങ് തീരും. ഓക്കെ, അപ്പോൾ ഇന്നും നാളെ രാവിലെയും കൂടെ ആകുമ്പോൾ മെഡീവൽ ഇന്ത്യ നമുക്ക് ഫിനിഷ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. നമുക്ക് നോക്കാം എത്ര വരെ പോകും നോക്കാം. ബാക്കിയുള്ളതൊക്കെ കിടക്കട്ടെ, പിന്നെ വീണ്ടും റിവൈസ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെല്ലാം മാനേജബിളാണ്. ഓക്കെ, നമ്മൾ ഡിഗ്രി ലെവലിൽ ഇപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റിലൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിതൊക്കെ പഠിച്ചിരിക്കണം. മാത്രമല്ല സിലബസ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. നമുക്ക് LDC കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതേപോലെ കറണ്ട് അഫയേഴ്സ് വരെ കുറച്ച് കട്ടിയാകുന്നുണ്ട്. നമ്മുടെ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയില്ല. എനിവേയ്സ്, എല്ലാവരും പഠിച്ചിരിക്കുന്ന സോഴ്സസ് നമ്മളും പഠിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. അതായത് SCERT NCERT കട്ടയ്ക്ക് പഠിക്കുക. പ്ലസ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്, അത് റെഫർ ചെയ്യുക. അതുപോലെ ഗവൺമെൻറ് വെബ്സൈറ്റ്സ് അത് റെഫർ ചെയ്യുക. പിന്നെ ഒരു റാങ്ക് ഫയലും കൈവച്ച് ചെയ്യുക. കാരണം ഇൻ കേസ് ഇതിലൊന്നും ഇല്ലാത്ത സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സിലബസിലുള്ള സംഭവമാണ്, പക്ഷെ നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ റാങ്ക് ഫയൽ എവിടെയെങ്കിലുമൊക്കെ കാണും. സോ അതെങ്കിലും പഠിച്ചു ചെയ്യുക. കാരണം എല്ലാവരും പഠിക്കുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ആൻഡ് ബി വെരി പോസിറ്റീവ്. നമുക്ക് റാങ്ക് വാങ്ങാനല്ല, ഇതിൽ പ്രിലിമിനറി എക്സാമിനേഷനാണ്. കട്ട് ഓഫ് കടന്ന് കിട്ടിയാൽ മതി. അടുത്ത പരീക്ഷയ്ക്കാണ് നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി എഫേർട്ട് പഠിക്കേണ്ടത്. സോ എനിവേയ്സ്, താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ്, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എനിവേയ്സ്, നമ്മൾ ഇന്ന് വൈകുന്നേരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടെസ്റ്റും കാണും കേട്ടോ. 2 ദിവസം കൂടുമ്പം കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് ടെസ്റ്റും കാണും. അപ്പോൾ വേറെ ഒരു സാഹചര്യം ഇല്ല, പഠിക്കാൻ പറ്റാത്ത ഒരുപാട് എനിക്കറിയാം, ഒരുപാട് കുട്ടികളുണ്ട്. വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. നെറ്റ് കണക്ടിവിറ്റി പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. സോ അവർക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അറ്റ്ലീസ്റ്റ് നെറ്റ് കണക്ടിവിറ്റി ഉള്ളവർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരാളുടെ ലൈഫിലെങ്കിലും നമുക്ക് ആരെങ്കിലും ഹാപ്പി ആക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ എനിവേസ്, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് സ്റ്റഡി ടുഗെദർ ആൻഡ് ബീറ്റ് ദി എക്സാം ടുഗെദർ.